നമസ്കാരം, ഞാൻ ഡോക്ടർ കിഷോർ കിരൺ, വെയിൻ മിറക്കിൾസ് വെരിക്കോസ് വെയിൻ ആൻഡ് പൈൽസ് ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് സർജനാണ്. വെയിൻ മിറക്കിൾസിൽ വെരിക്കോസ് വെയിൻ്റെ ചികിത്സ എന്നാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ വെയിൻസ് തടിച്ചു നിൽക്കുന്നത് മാത്രമല്ല, പകരം കാലിൽ ബ്ലഡ് മുകളിലോട്ട് കയറിയില്ലെങ്കിൽ കാലിൽ നീര് വരികയും ആ കാലിൽ നീര് വരുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് അടുത്തുള്ള ഒരു സർജനെ കാണിക്കുകയും അത് വെരിക്കോസ് വെയിൻ്റെ ആണെന്ന് നാം കണ്ടുപിടിച്ചാൽ ആ വെരിക്കോസ് വെയിൻ നാം ചികിത്സിച്ചില്ലെങ്കിൽ ഈ സെല്ലുലൈറ്റിസ് റെക്കറൻ്റായി, അതായത് വീണ്ടും വീണ്ടും വരികയും പിന്നീട് അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുകയും ഒരു പക്ഷേ അത് ലൈഫ് ത്രെറ്റനിങ് സിവിയർ ഇൻഫെക്ഷനായി മാറി അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സെല്ലുലൈറ്റിസ് അല്ലെങ്കിൽ കാലിൽ ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർ ഈ വെയിൻ മിറക്കിൾസിലെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഇൻഫെക്ഷൻ വരുന്ന പ്രധാന കാരണം വെരിക്കോസ് വെയിൻ ആയതുകൊണ്ട് തന്നെ ആ കാരണത്തിനെ എന്നേക്കുമായി നാം ഈ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റുന്നതോടുകൂടി ഈ സെല്ലുലൈറ്റിസ് ഇടയ്ക്കിടയ്ക്ക് വരാതെ ആകാൻ പറ്റും. അങ്ങനെ ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് വെരിക്കോസ് വെയിൻ മിറക്കിൾസിലെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുള്ള ഒരു പ്രധാന അഡ്വാൻറ്റേജ്.